ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം നിർമ്മിച്ച് കടക്കണിയിലായെന്ന് വെളിപ്പെടുത്തി നടൻ സുബീഷ് സുധി സാമ്പത്തിക ബാധ്യത മൂലം 2 തവണ ജീവനൊടുക്കാൻ ശ്രമിച്ചുവെന്നും സുഹൃത്തുക്കളുടെ ഇടപെടലിലൂടെയാണ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് എന്നും നടൻ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. TV രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രം 2024 മാർച്ചിലാണ് തിയേറ്ററുകളിൽ എത്തിയത്. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ചിത്രം റിലീസാവുന്നതിന് മുന്നേ തന്നെ ഏറെ വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ച ചിത്രമായിരുന്നു. മറ്റൊന്നുമല്ല, ആ പേര് തന്നെയായിരുന്നു അതിന് കാരണം. പിന്നീട് സെൻസർ ബോർഡ് ആ ഭാരത എന്ന ആ പേര് എടുത്തു കളയുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ചിത്രത്തിൻ്റെ നടനും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളിൽ ഒരാളുമായ സുബീഷ് സുധി ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച പോസ്റ്റ് വഴിയാണ് ചിത്രം ഇപ്പോൾ ചർച്ചയാകുന്നത്. ആ ചിത്രത്തിന് ശേഷം അദ്ദേഹം വലിയ രീതിയിൽ കടക്കണിയിലായി എന്നും വീടൊക്കെ ജപ്തിയാവേണ്ട അവസ്ഥയിലായി എന്നും 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുമാണ് ആ പോസ്റ്റിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നല്ലൊരു കഥ പറയുന്ന ചിത്രമാണ്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോയത്? റിലീസ് ചെയ്ത സമയം നമ്മൾക്ക് ഒരു അനുകൂലമായിരുന്നില്ല. കാരണം മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു പോലെ പടങ്ങളുണ്ടായിരുന്നു. പിന്നെ മാർച്ച് മാസം എക്സാം, പിന്നെ നോമ്പ് മാസം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സിനിമ കണ്ട എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. നമ്മൾ വിചാരിച്ചു എന്തായാലും ഊട്ടിയിട്ടിലും കച്ചവടമാണെന്ന്. പക്ഷേ അതും കച്ചവടമായില്ല. നമ്മൾ ബോംബെയിൽ പോയി കുറേ സമയം കുറേ ഏജൻറ്റൊക്കെ എൻ്റെ പൈസ പറ്റിച്ചു കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം ഞാൻ ആ കടം തീർക്കാൻ വേണ്ടി പല പരിപാടികളും നോക്കി, ഒന്നും നടന്നില്ല. അവസാനം എല്ലാം വഴിമുട്ടിയ ഒരവസ്ഥയിലായിപ്പോയി. പിന്നെ എങ്ങനെയാണ് ആത്മഹത്യയ്ക്ക് 2 തവണ ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പം അത്രമാത്രം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്താനായിട്ടുണ്ടായത്? അതെന്ന് വെച്ചാൽ ഒന്നാമത് ഈ ഒരു ബാധ്യത മൊത്തം എൻ്റെ തലയിലായി. സിനിമ പ്രൊഡ്യൂസർമാർ പോലും അവർ നമ്മളെ അങ്ങനെ പറയുന്നല്ല, അപ്പോൾ അവസാനം അവരെ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി അവർ എന്നെ വല്ലാണ്ട് ടോർച്ചർ ചെയ്തു. അപ്പോൾ എന്നെ ഓരോന്നിനും വിടാണ്ടത്തെ അവസ്ഥയായി മാറി. ഞാൻ ഇതിനു വേണ്ടി മാത്രം നടന്നു. അപ്പോൾ ഞാൻ ഒന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ ഒരിക്കൽ ശ്രമിച്ചു. അപ്പോൾ നമ്മളെ സുഹൃത്ത് വിജുവാട്ടം വഴി ഒരു കത്ത് എഴുതി കൊടുത്ത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോൾ എന്നെ ലൊക്കേറ്റ് ചെയ്ത് പിടിച്ചു പോലീസ്. പിന്നെ വീട്ടിലേക്കുള്ള പോക്ക്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പല ഭീഷണിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് മൊത്തത്തിൽ പ്രശ്നമാണ്. ഇവിടെ അനങ്ങാൻ പറ്റാത്തൊരു വിഷയമാണ്. അപ്പം നിങ്ങളിപ്പോൾ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു മോശം അവസ്ഥയിലാണ് നിൽക്കുന്നത്. എല്ലാവരും പറയുന്നത് റിലീസ് ചെയ്യും, ചാനലുകാരൊക്കെ ഇതാക്കിയിട്ട് റിലീസ് ചെയ്യും, ഒരു ക്യാമ്പയിനൊക്കെ നടത്തിയിട്ട് റിലീസ് ചെയ്യും, നമ്മളെല്ലാവരും കാണും. എന്തായാലും അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് അതിനാണ് പ്രതീക്ഷ. കാരണം നിങ്ങളെല്ലാം സഹായിച്ചിട്ട് ഇത് റിലീസ് ചെയ്താൽ ഇതൊരു സംഭവമായി മാറും. അതൊരു സിനിമ എന്തായാലും വലിയൊരു ലെവലിൽ ചർച്ച ചെയ്യും. റിലീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ ഉടനെ? അങ്ങനെ പ്ലാൻ ചെയ്യും. പക്ഷെ നല്ലൊരു കമ്പനി വരണം, നല്ലൊരു പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വേണം. നമുക്കിപ്പം റിലീസ് ചെയ്യാനുള്ള അവസ്ഥയൊന്നുമില്ല. അങ്ങനെ ആരും വന്നു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥകളൊക്കെ മാറും. ചിത്രത്തിൻ്റെ റിലീസിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അതിന് അദ്ദേഹം പറയുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ്. കേരളം അതിജീവനത്തിൻ്റെ നാടാണ്. അതുകൊണ്ട് തന്നെ ഒരു കലാകാരനും ഇവിടെ ഒറ്റപ്പെട്ടു പോകില്ല എന്നൊരു പ്രതീക്ഷയും കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. സുജയ് എഡ്വേർഡിനൊപ്പം സ്നേഹ മോൾ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.